അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് ദഅവത്ത് ശുഐബിൻ അലൈഹിസ്സലാം. ശുഐബ് നബിയുടെ പ്രബോധനം, ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. ആ ക്ഷണിക്കുന്നതിൻ്റെ രൂപം എങ്ങനെയായിരുന്നാണ് തുടക്കം പറയുന്നത് കേട്ടോ. ഓക്കെ. വയബ്സുതു ലഹും ഫിൽ കലാം വയഹുല്ലു ഉഖ്ദതൻ ഫീ നഫ്സിഹിം വഹിയ ഉഖ്ദതു ഹുബ്ബിൽ മാലി വസിയാദ. യബ്സുതു ലഹും ഫിൽ കലാമി. ശുഐബ് നബി അലൈഹിസ്സലാം അവരോട് തുറന്ന് സംസാരിച്ചു. യബ്സുതു ലഹും ഫിൽ കലാം, അവരോട് തുറന്ന് സംസാരിച്ചു. വാചാലനായി എന്നർത്ഥം. ബസത ഫിൽ കലാം എന്ന് പറഞ്ഞാൽ തുറന്ന് സംസാരിക്കുക എന്നർത്ഥം. ബസത വിശാലമാവുക എന്നാണ്. അപ്പോൾ ബസത ഫിൽ കലാം എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ വിശാലമാവുക എന്ന് പറഞ്ഞാൽ വളരെ തുറന്ന് സംസാരിക്കുക. അവരോട് വിശദമായിട്ട് സംസാരിച്ചു. വയഹുല്ലു, ശുഐബ് നബി അലൈഹിസ്സലാം അയച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ കെട്ടയച്ചു. ഉഖ്ദതൻ ഫീ നഫ്സിഹിം, അവരുടെ മനസ്സുകളിലുള്ള ആ കെട്ടിനെ ശുഐബ് നബി അലൈഹിസ്സലാം അയച്ചു വിട്ടു. ഹല്ല, അയച്ചു മാറ്റി. ഉഖ്ദതൻ, കെട്ടിനെ, ഫീ നഫ്സിഹിം, അവരുടെ മനസ്സുകളിലുള്ള വലിയ കെട്ടിനെ അള്ളാഹു ശുഐബ് നബി അലൈഹിസ്സലാം മാറ്റി, അഥവാ കെട്ടയച്ചു. വഹിയ, ആ കെട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വഹിയ, അവരുടെ മനസ്സിലുള്ള ആ കെട്ട് എന്താണ്? അതൊരു കുടുക്കാണ്, കുടുക്കാണത്. ആ കുടുക്ക് വഹിയ ഉഖ്ദതു ഹുബ്ബിൽ മാലി വസിയാദ, സമ്പത്തിനോടുള്ള ഇഷ്ടം. അതുപോലെ തന്നെ വസിയാദ, അധികമുണ്ടാവണം, അധികമായിട്ട് സമ്പത്തുണ്ടാവണം. അതുപോലെ സമ്പത്തുണ്ടാവണമെന്നുള്ള മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ വലിയൊരു കെട്ടുണ്ടല്ലോ, അഥവാ സമ്പത്തുണ്ടാവുക, സമ്പത്തിനോട് ഇഷ്ടം, സമ്പത്ത് അധികരിക്കുക, അതിനോടുള്ള അങ്ങനത്തെ ആ ഇഷ്ടത്തെക്കുറിച്ചാണ് ഇവിടെ ഉഖ്ദത്ത് എന്ന് ഉപയോഗിച്ചത്. മനസ്സിലായല്ലോ? അവരുടെ ഹൃദയത്തിലുള്ള ആ കുടുക്ക്. എന്നിട്ട് ശുഐബ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, ഇന്നമാ യഫ്ദുലു ലക്കും മിനർ റിബ്ഹി, തീർച്ചയായും, മാ യഫ്ദുലു ലക്കും, നിങ്ങൾക്ക് ബാക്കിയാവുന്നത്, ഒന്ന് യഫ്ദുലു, അത് അവശേഷിക്കുന്നു, ബാക്കിയാവുന്നു, ലക്കും, നിങ്ങൾക്ക് അവശേഷിക്കുന്നു, മിനർ റിബ്ഹി, ലാഭത്താൽ, അഥവാ നിങ്ങൾ കച്ചവടം ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭത്താൽ നിങ്ങൾക്ക് ബാക്കിയാകുന്ന ഒന്ന്, അത് ബഅദ വഫാഇൽ കൈലി, അളവ് പൂർത്തിയാക്കിയ ശേഷം. വഫാ പറഞ്ഞാൽ പൂർത്തിയാക്കുക അന്നെ. അപ്പോൾ ബഅദ വഫാഇൽ കൈലി, അളവ് പൂർത്തിയാക്കിയ ശേഷം, വൽ മീസാനി, തൂക്കവും, അളവും തൂക്കവും പരിപൂർണമാക്കി കൊടുത്ത ശേഷം ഉണ്ടാകുന്ന ലാഭത്തിൽ നിന്നും ബാക്കിയാവുന്നത് ഖൈറുൻ, അതാണ് ഖൈറ്, അതാണ് ഏറ്റവും നല്ലത്. ലക്കും, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതാണ്. മിൻ അഖ്ദി അംവാലിന്നാസി, ജനങ്ങളുടെ സമ്പത്ത് പിടിക്കുന്നതിനേക്കാളും, മിൻ അഖ്ദി, പിടിക്കുന്നതിനേക്കാളും, ഖൈറ് എന്നർത്ഥം. ഖൈറും മിൻ അഖ്ദി അംവാലിന്നാസ്, അംവാലിന, ജനങ്ങളുടെ സമ്പത്ത് പിടിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഖൈറായത് അതാണ്. എങ്ങനെ? ബിൽദുൽമി വൽ ഖിയാന, അക്രമത്തിലൂടെയും വഞ്ചനയിലൂടെയും നിങ്ങൾ ജനങ്ങളുടെ സമ്പത്ത് പിടിക്കുന്നതിനേക്കാളും നല്ലതെന്താണ്? നിങ്ങൾ കച്ചവടം പൂർണ്ണമായിട്ട് അളവും തൂക്കവും കൊടുത്ത ശേഷം നിങ്ങൾക്ക് ലാഭത്തിൽ നിന്നും ബാക്കിയാവുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറ്. എന്നിട്ട് ശുഐബ് നബി അലൈഹി സ്വലാമോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഫൈദാ നളർത്തും ഫി ഹയാത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നോക്കിയാൽ, വൈദാ നളർത്തും, നിങ്ങൾ നോക്കിയാൽ, ഫി ഹയാത്തിക്കും, നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയാൽ, വഫി ഹയാത്തി, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തോടൊപ്പം തന്നെ, വഫി ഹയാത്തി ഹഉലായി, ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തിലേക്കും നിങ്ങൾ നോക്കുക. ആ കൂട്ടം ആളുകൾ എങ്ങനെയാണ്? അല്ലദീന, അവർ, അസ്റൗ എന്ന് പറഞ്ഞാൽ സറായസ്റു എന്ന് പറഞ്ഞാൽ സമ്പത്ത് അധികരിപ്പിക്കുക, ധനം ഒരുപാടുണ്ടാവുക എന്ന് എനിക്ക് സറായസ്രി എന്ന് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ അസ്റ എന്ന് പറഞ്ഞാൽ ധനികനാവുക, ധനികനാവുക. അപ്പോൾ അതാണ് അസ്റൗ, ധനികരായ, വലിയ ധനാഢ്യന്മാരായി മാറിയ ഒരു കൂട്ടം ആളുകൾ, വലിയ സമ്പന്നരായിരിക്കുന്നു. അസ്റൗ, അവർ ധനികരായിരിക്കുന്നു. അങ്ങനത്തെ ഒരു കൂട്ടം ആളുകളുടെ ജീവിതം. എന്നിട്ട് വജമഉൽ അംവാല, അവർ ധനികരാവുകയും, എന്നിട്ട് വജമഉ, അവർ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു, അംവാല, സമ്പത്തുകൾ, അഥവാ സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടുകയും, എന്നിട്ട് വലിയ ധനാഢ്യരാവുകയും ചെയ്ത ആളുകൾ, അവരുടെ ജീവിതത്തിലേക്കും നിങ്ങൾ നോക്കുക എന്നാണ് പറഞ്ഞത്. ഇവിടെ സറായസ്റു, അതുപോലെ തന്നെ സെരിയ് എന്നാണ് ഉപയോഗിക്കട്ടോ അതിൻ്റെ
ധനികൻ എന്നുള്ളതിനേക്ക് സെരിയിൻ എന്നാണ് ഉപയോഗിക്കുക. പിന്നെ അതിൻ്റെ സെർവത്ത് പറഞ്ഞാൽ ഒരുപാട് സെർവത്തുൽ ലഫ്ലിയ എന്നൊക്കെ പറയും. എന്ത് പദസമ്പത്ത്, സെർവത്തുൽ അൽഫാല്, അങ്ങനത്തെ എന്ത് പദസമ്പത്ത്, അങ്ങനെ സെർവ എന്ന സമ്പത്ത് എന്നർത്ഥത്തിനേക്കാണ്, ഒരുപാട് മുതൽ എന്നർത്ഥം, അല്ലെങ്കിൽ ധനം എന്നൊക്കെ അർത്ഥത്തിനേക്കാണ് സെർവ എന്നർത്ഥം ഉപയോഗിക്കട്ടോ. അപ്പോൾ സെറൗ അവർ ധനികരായിരിക്കുന്നു, വജമെല്ലാം വല സമ്പത്തുകൾ ഒരുമിച്ച് കൂടുകയും ചെയ്ത ആളുകൾ അവരുടെ ജീവിതത്തിലേക്കും നിങ്ങൾ നോക്കുക. എന്നാൽ നിങ്ങൾക്ക് വജത്തും നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും, നിങ്ങൾ എത്തിക്കുന്നതാണ്. വജത്തും നിങ്ങൾ എത്തിക്കും. അന്ന തീർച്ചയായും അന്നമക്തസബൂഹു അവർ ഇക്തസബ അവർ നേടിയെടുത്തതൊക്കെ, ഇക്തസബന നേടിയെടുക്കുക. അപ്പോൾ അന്നമക്തസബൂഹു അവർ നേടിയെടുത്തതൊക്കെ, ഈ വലിയ ധനാഢ്യന്മാരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്തതൊക്കെയോ അൻ തരീഖി തത്ഫീഫി. തത്ഫീഫ് എന്ന് പറഞ്ഞാൽ അളവിൽ കുറവ് വരുത്തുക എന്നർത്ഥം. അങ്ങനെ അളവിൽ കുറവ് വരുത്തി കൊടുക്കാതെ തത്ഫീഫ്, അങ്ങനെ അളവിൽ കുറവ് വരുത്തുന്നതിലൂടെ എന്നർത്ഥം. ത്വരീഖ് എന്ന വഴിയിലൂടെ, അപ്പോൾ അളവിൽ കുറവ് വരുത്തുക എന്ന വഴിയിലൂടെ ശേഖരിച്ചത്, നേടിയെടുത്തത്. അതുപോലെ തന്നെ വൽ ബഹ്സി, ബഹ്സ് എന്ന് പറഞ്ഞാലും കുറവ് വരുത്തുക എന്നർത്ഥം. ഓക്കെ, എബ്ഹസു, ഓക്കെ, ബഹ്സ് എബ്ഹസു, അപ്പോൾ അളവിൽ കുറവ് വരുത്തുക എന്നർത്ഥം. അപ്പോൾ അളവിൽ കുറവ് വരുത്തുന്നതിലൂടെയും അതുപോലെ തന്നെ വല്ല ഖിയാനത്തി വഞ്ചനയിലൂടെയും അളവിൽ കുറവ് വരുത്തുന്നതിലൂടെയും അവർ നേടിയതെല്ലാം കാന മസീറുഹു അതിൻ്റെ മസീർ എന്ന് പറഞ്ഞാൽ സോറർനാൽ ആയിത്തീരുക അഥവാ ശേഷമായിത്തീരുക എന്നർത്ഥനിക്ക്, അതിൻ്റെ പരിണതി അല്ലെങ്കിൽ പരിണിത ഫലം, അതിൻ്റെ അവസാനം, അതിൻ്റെ ആഖിബത്ത് എന്താണ്? ഇലത്തലഫി, അതും നശിച്ചു പോവലാണ്. അഥവാ ഇങ്ങനെ അനർഹമായിട്ട് നേടിയെടുത്തതൊക്കെ നശിച്ചു പോവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വല്ലിയായി അത് നഷ്ടപ്പെട്ടു പോവും. അഥവാ കാനമസീറുഹു അതിൻ്റെ അവസാനം അല്ലെങ്കിൽ അത് ചെന്നു ചേരുന്നത് ഇലത്തലഫി നാശത്തിലേക്കും വല്ലിയായി നഷ്ടപ്പെടുന്നതിലേക്കുമാണ്. അവിൽ ഫസാദി അല്ലെങ്കിൽ അങ്ങനെ ശേഖരിച്ചതിൻ്റെ പേരിൽ അങ്ങനെ അനർഹമായിട്ട് ശേഖരിച്ചതിൻ്റെ മേൽ അത് അവസാനം എത്തിച്ചേരുക അവിൽ ഫസാദി എന്തെങ്കിലും വലിയ കുഴപ്പത്തിലായിരിക്കും, അവൽ ബലായി അല്ലെങ്കിൽ വലിയ പരീക്ഷണത്തിലും ആയിരിക്കും, പരീക്ഷണത്തിലോ കുഴപ്പത്തിലോ ആയിരിക്കും. പറയുന്നിട്ട് ഫസുരിഖ അങ്ങനത്തെ സമ്പത്തുകൾ അവസാനം എന്ത് ചെയ്യപ്പെട്ടു? സുരിഖ മോഷണം ചെയ്യപ്പെടും. ഓക്കെ, കവർച്ച ചെയ്യപ്പെടും. അതുപോലെ തന്നെ മോഷണം ചെയ്യപ്പെടും. സുരിഖ എന്ന് പറഞ്ഞാൽ മോഷണം ചെയ്യപ്പെടും, കൊള്ളയടിക്കപ്പെടും. ഔ നുഹിബ എന്ന് പറഞ്ഞാൽ കവർച്ച ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങളിങ്ങനെ അനർഹമായിട്ട് നേടിയ ഒരുപാട് ധനാഢ്യന്മാരുണ്ടല്ലോ ഇവർ, അപ്പോൾ ഇവരുടെ സമ്പത്തുകൾ അവസാനം ആ സമ്പത്തുകളും അവസാനം മോഷ്ടിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെടുകയാണ്. സിറിഖ് അല്ലേ, സിറിഖത്ത് എന്ന് പറഞ്ഞാൽ മോഷണം, നഹബ് എന്ന് പറഞ്ഞാലും മോഷണത്തിൻ്റെ മറ്റൊരു ഇനമാണ്. സിർക്കത്തിൻ്റെ ഓരോരോ ഇനങ്ങളുണ്ടല്ലോ. സിറിഖത്ത് എന്ന് പറയുമ്പോൾ അലാവജിൽ ഹുഫിയ എന്ന് പറയും, എന്ന് പറഞ്ഞാൽ മറഞ്ഞെടുക്കുക. അപ്പോൾ അതിൻ്റെ സ്വാഹിബ് കാണാതെ എടുക്കുക. ഒരു വസ്തു ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ കാണാതെ എടുക്കുന്നതിനാണ് സിരിക്കത്ത് എന്ന് പറയാം. എന്നാൽ നഹ്ബ് എന്ന് പറഞ്ഞാലോ അത് അലാനിയത്തൻ ബിഹദരി സ്വാഹിബിഹി എന്നാണ് പറയാനുള്ളത്. അഥവാ ആ സമ്പത്തിൻ്റെ ഉടമസ്ഥൻ അവിടെ ഉണ്ടായിരിക്കെ അവൻ്റെ മുമ്പിൽ വെച്ച് ആ സമ്പത്ത് കൊള്ളയടിക്കുക. അതിനേക്കാണ് എന്ത് പറയുക? നഹബ എന്ന് പറയുക. ഒന്നെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനത്തെ സമ്പത്തുകൾ മുഴുവൻ മോഷണം ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ അതിന് ആരാണ് കൊള്ളയടിച്ചതെന്നും അറിയാൻ പറ്റില്ല ഇങ്ങനത്തെ കോലത്തിൽ, അഥവാ എപ്പോഴാണ് കൊള്ളയടിച്ചതെന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് സിരിക്കത്ത്, മോഷണം. എന്നാൽ നെഹബ് നുഹിബ അല്ലെങ്കിൽ അത് കവർച്ച ചെയ്യപ്പെടും, അഥവാ അവൻ അതിൻ്റെ മുമ്പിലുണ്ടായിരിക്കെ തന്നെ ബലം പ്രയോഗിച്ച് അവനെ കീഴ്പ്പെടുത്തി ആ സമ്പത്തുകളൊക്കെ കൊള്ളയടിക്കപ്പെടും. ഫിഖ അല്ലെങ്കിൽ അത് ചിലവഴിക്കപ്പെടും. ഫിറില്ല അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ അത് ചിലവഴിക്കപ്പെടുക തന്നെ ചെയ്യും. ഔസുല്ലി താലേഹി അല്ലെങ്കിൽ ആ സമ്പത്തിൻ്റെ മേൽ ആധിപത്യം നേടും. മൻ അത്ലഫഹു ആ സമ്പത്തിനെ നശിപ്പിക്കുന്ന ഒരുത്തൻ അല്ലെങ്കിൽ ഒരു കാര്യം അവൻ അതിൻ്റെ മേൽ ആധിപത്യം നേടും. വഅബസബിഹി എന്നിട്ട് ആ സമ്പത്തിനെ മുഴുവൻ പുച്ഛിക്കും. വഅബസബി എന്ന് പറഞ്ഞാൽ കളിക്കുക, പുച്ഛിക്കുക, നിസ്സാരമാക്കുക എന്നർത്ഥം. അബസബി അതിനെ പരിഹസിക്കും. ഓക്കെ, വൽ ഖലീലുല്ലദി യൻഫഉ ഉപകാരം ചെയ്യുന്ന അല്പം കുറച്ച് സമ്പത്ത് ഖൈറുൻ അതാണ് ഖൈറ് മിനൽ കസീരി അധികരിച്ച സമ്പത്തിനേക്കാളും അല്ലദി ലാ യൻഫഉ ഉപകാരം ലഭിക്കാത്ത ഒരുപാട് സമ്പത്ത് അതിനേക്കാളും നല്ലത് ഉപകാരം ലഭിക്കുന്ന കുറച്ച് സമ്പത്താണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലൊരു ആയത്ത് പറയുകയാണ്, ഖുൽ നബിയെ നിങ്ങൾ പറയുക ലാ യസ്തവിൽ ഖബീസ്
ചീത്ത പകരമാവുകയില്ല. വത്തൊയ്യിബ്, അതുപോലെ തന്നെ ചീത്തയും നന്മയും ഒരിക്കലും പകരമാവുകയില്ല. അഥവാ ചീത്തയും നന്മയും പരസ്പരം തുല്യമാവുകയില്ല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്. ഇനി ചീത്ത ഒരുപാടുണ്ടെങ്കിലും, ചീത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്, നന്മ കാര്യങ്ങൾ വളരെ കുറച്ചുള്ളതെങ്കിലും നന്മയും ചീത്തയും ഒരിക്കലും ഒരുപോലെയാവുകയില്ല. ലായസ്തവി, അത് സമമാവുകയില്ല. അൽ ഖബീസു, ചീത്ത കാര്യങ്ങൾ, വത്തൊയ്യിബ്, അതുപോലെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും പരസ്പരം സമമാവുകയില്ല. അതിന് ചീത്ത കാര്യങ്ങൾ കസറത്തുൽ ഖബീസ്, അത് എത്ര അഅജബക, നിന്നെ അത്ഭുതപ്പെടുത്തിയാലും, ആ ചീത്ത കാര്യങ്ങളൊക്കെ നിന്നെ അത്ഭുതപ്പെടുത്തിയാലും നന്മയും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. എന്നിട്ട് പറയണേ, വനസിഹത്തി ലക്കും, ശുഐബ് നബി അലൈഹി സ്വലാമോട് പറയണം, നസിഹത്തി, എൻ്റെ ഉപദേശം, ലക്കും, നിങ്ങൾക്ക്, ഖാലിസത്തുൻ മുഖ്ലസ, നല്ല നിഷ്കളങ്കമാണ്, നല്ല ഖാലിസ, കളങ്കരഹിതമാണ് എന്നർത്ഥം. നിഷ്കളങ്കമാണ്, ഒരു എന്താ ഖാലിസ, നല്ല ഇഖ്ലാസോടെയാണെന്നർത്ഥം, നല്ല ആത്മാർത്ഥതയുള്ളതാണ് എന്നർത്ഥം. ഖാലിസത്തുൻ മുഖ്ലസ, നല്ല നിഷ്കളങ്കമായതും ആത്മാർത്ഥത ഉള്ളതുമാണ്. അല്ലാഹു റഖീബ്, അള്ളാഹുവാണ് നിരീക്ഷകൻ, അലൈക്കും, നിങ്ങളുടെ മേൽ, വഹദ, അള്ളാഹു മാത്രമാണ്, വഹദഹു, അള്ളാഹു മാത്രമാണ് നിങ്ങളുടെ മേൽ നിരീക്ഷകൻ. അർ-റഖീബ് എന്ന് പറഞ്ഞാൽ നിരീക്ഷകൻ. യഖൂലു, ആ അള്ളാഹു പറയുന്നു, ഫി റിഫ്ഖിൻ, നല്ല മൃദുലമായിട്ട്, നല്ല സോഫ്റ്റായിട്ട് പറയുന്നു. വഹിക്മത്തിൻ, വഹിക്മത്തിൻ എന്ന് പറഞ്ഞാൽ നല്ല തന്ത്രമായിട്ടും നല്ല വിദ്യയോടെയും എന്നർത്ഥം. ഹിക്മത്തിനുള്ള അറിവോടെയും തന്ത്രത്തോടെയും, വഇൽമിൻ, അതുപോലെ തന്നെ ജ്ഞാനത്തോടെയും, അതുപോലെ തന്നെ ബസീറത്തിൻ, ബസീറത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ബുദ്ധി, വിവേകം, അങ്ങനത്തെ തെളിവ്, സൂക്ഷ്മജ്ഞാനം, അങ്ങനെയൊക്കെ പറയാം. ഏതായാലും ബസീറത്തിൻ, നല്ല വിവേകത്തോടെയും നല്ല ബുദ്ധിയോടെയും നല്ല തെളിവോടെയും നല്ല ഇൽമോടെയും നല്ല ഹിക്മത്തോടെയും, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ തന്ത്രം, വരിഫ്ഖിൻ, നല്ല മൃദുലമായിട്ടും അള്ളാഹു പറയുകയാണ്, ബഖിയ്യത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ വമാ അന അലൈക്കും ബിഹഫീദ് എന്ന് പറഞ്ഞത്. ബഖിയ്യത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ എന്ന് പറഞ്ഞത്. ബഖിയ്യത്തുല്ലാഹി, അള്ളാഹു ബാക്കിയാക്കി തരുന്നത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അളവ് തൂക്കവും നീതിപൂർവമായിട്ട് കൊടുത്ത ശേഷം ബാക്കിയാക്കുന്നു എന്നർത്ഥം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ലൗഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്തി, നീതിപൂർവ്വം നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുക. അങ്ങനെ പൂർത്തിയാക്കി കൊടുത്ത ശേഷം നിങ്ങൾക്ക് തരുന്നത് എന്നർത്ഥം. ബഖിയ്യത്തുല്ലാഹി, അള്ളാഹു അവശേഷിപ്പിക്കുന്നത്, അള്ളാഹു ബാക്കിയാക്കി തരുന്നത്, അളവും തൂക്കവും കൃത്യമായി കൊടുത്ത ശേഷം ബാക്കിയാക്കി തരുന്നത്, ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഉത്തമം, ഏറ്റവും നല്ലത്, ലക്കും, നിങ്ങൾക്ക്, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ, വമാ അന അലൈക്കും ബിഹഫീദ്, ഞാൻ നിങ്ങളുടെ കാര്യത്തിലൊന്നും മേൽനോട്ടക്കാരനല്ല, പകരം ഞാൻ നിങ്ങളുടെ മേൽ നിരീക്ഷകനാണ് എന്ന് അള്ളാഹു പറയാണ്. വമാ അന അലൈക്കും, ഞാനല്ല നിങ്ങളുടെ മേൽ, അലൈക്കും, നിങ്ങളുടെ മേൽ, അല്ല ബിഹഫീദിൻ, മേൽനോട്ടക്കാരനല്ല, നിങ്ങളുടെ മേൽ നിരീക്ഷകനാണ്, മേൽനോട്ടക്കാരനല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇനി അടുത്ത പാഠം, അബുർ റഹീം വ മുഅല്ലിമുൻ ഹക്കീം. എല്ലാ നബിമാരും എന്താണ്? അബും റഹീമും മുഅല്ലിമും ഹക്കീമുമാണ്. ശുഐബ് നബി അലൈഹി സ്വലാമും അതുപോലെ തന്നെ അബുൻ റഹീം, നല്ല ദയാലുവായ നല്ല സ്നേഹനിധിയായ ഉപ്പയുടെ സ്ഥാനത്തായിരുന്നു. അതുപോലെ തന്നെ മുഅല്ലിമുൻ ഹക്കീം, നല്ല തന്ത്രജ്ഞാനമുള്ള നല്ല വിദ്വാനായ അധ്യാപകനുമായിരുന്നു ആരെ? ശുഐബ് നബി അലൈഹിസ്സലാം. വയതനവ്വഉ ലഹും ഫിൽ ഖിതാബ് വയതഫന്നനു ഫിൻ നസീഹ ശഅ്നൽ അബിർ റഹീം വൽ മുഅല്ലിമിൽ ഹക്കീം. വയതനവ്വഉ ലഹും, നൗ എന്ന് നിങ്ങൾ കേട്ടേക്കും, അൻവാ, നൗ, അൻവാ, ഇനങ്ങൾ. അപ്പോൾ അതിൽ തനവ്വ എന്നർത്ഥമാകുമ്പോൾ വിവിധ തരത്തിലാവുക, വ്യത്യസ്ത മാറുക എന്നർത്ഥം. അങ്ങനെ വയതനവ്വ ഉലഹും, അവരോട് വ്യത്യസ്ത തരത്തിലായിരുന്നു, വിവിധ തരത്തിലായി പെരുമാറി എന്ന് പറഞ്ഞാൽ ഒരു മോഡൽ ചെയ്ത് നോക്കുമ്പോൾ അത് പറ്റില്ല എന്ന് കണ്ടുമ്പോൾ മറ്റൊരു രീതിയിൽ പ്രബോധനം നടത്തുക, ആ രീതിയിലും പ്രബോധനം മുന്നോട്ട് പോകാത്ത അവസ്ഥയിൽ മറ്റൊരു രീതിയിൽ പ്രബോധനം നടത്തുക എന്നർത്ഥം. അങ്ങനെ വയതനവ്വ ഉലഹും, അവരോട് വ്യത്യസ്ത തരത്തിൽ പെരുമാറി നോക്കി, ഫിൽ ഖിതാബി, അവരോട് സംസാരിക്കുന്ന വിഷയത്തിൽ, അവരോട് അഭിമുഖീകരിക്കുമ്പോൾ അവരോട് വ്യത്യസ്ത തരത്തിൽ പെരുമാറി നോക്കി, ഒരുപാട് വ്യത്യസ്തമായ ശൈലികൾ ഉപയോഗിച്ചു എന്നർത്ഥം. വയതഫന്നനു ഫിൻ നസീഹ, ഫന്ന എന്താ?
അലങ്കാരം, അലങ്കരിക്കുക എന്നർത്ഥം. അതിൽ നിന്നാണ് തഫന്നന. തഫന്നന എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിൽ അലങ്കരിച്ച് നോക്കുക എന്നർത്ഥം. അങ്ങനെ തഫന്നന ഫിന്നസിഹ, ഉപദേശത്തിൻ്റെ വിഷയത്തിൽ വ്യത്യസ്ത ശൈലികൾ സ്വീകരിച്ചു. ഒരു ശൈലി സ്വീകാര്യമാകാത്തപ്പോൾ മറ്റൊരു ശൈലി എന്നർത്ഥം. അങ്ങനെ തഫന്നനു, വിവിധ തരത്തിലുള്ളതാക്കി മാറ്റി. ഫിന്നസിയത്ത്, ഉപദേശത്തിൽ. ഷെഇനൽ അബിറഹീം, നല്ല ദയാലുവായ, നല്ല കരുണാനിധിയായ ഒരു ഉപ്പയുടെ കാര്യം പോലെ. അതുപോലെ തന്നെ വൽ മുഅല്ലിമിൽ ഹക്കീം, നല്ല അറിവുമുള്ള, തന്ത്രജ്ഞാനവുമുള്ള ഒരു അധ്യാപകനെ പോലെ ഷുഐബ് നബി അലൈഹിസ്സലാം അവരോട് വ്യത്യസ്ത രീതിയിൽ അവരോട് പെരുമാറി. ഫയഖൂൽ, എന്നിട്ട് ഷുഐബ് നബി അവരോട് പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനതയെ, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. മാലക്കും മിൻ ഇലാഹിൻ ഗൈർ, മാലക്കും, നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ, ഒരു ആരാധനായിട്ട്, ഗൈറു, ആ അല്ലാഹുവല്ലാതെ ഒരു ആരാധനമില്ല. ഖദ് ജാഅത്തുക്കും, ഖദ്, തീർച്ചയായും, ജാഅത്തുക്കും, നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു, ബയ്യിനത്തുൻ, തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ വന്നിരിക്കുന്നു, മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുമുള്ള ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഫഔഫുൽ കൈല, ഫഔഫുൽ കൈല വൽ മീസാൻ, നിങ്ങൾ അളവും തൂക്കവും പൂർണ്ണമാക്കി കൊടുക്കുക, പൂർത്തിയാക്കി കൊടുക്കുക. വലാ തബ്ഖസുന്നാസ അഷ്യാഅഹും, വലാ തബ്ഖസുന്നാസ അഷ്യാഅഹും, അവർ എന്താ പറയുക, വലാത്ത ബഹ്സ, നിങ്ങൾ ചുരുക്കരുത് എന്നർത്ഥം. നിങ്ങൾ ചുരുക്കരുത്, അന്നാസഷിയാവും, ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളൊന്നും കുറച്ചു കൊടുക്കരുത്, അഥവാ കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ വലാ തുഫ്സിദു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കരുത്, നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. ബാദ ഇസ്ലാഹിഹ, അതിനെ നന്നാക്കിയ ശേഷം, അതിനെ നന്നാക്കിയെടുത്ത ശേഷം നിങ്ങൾ ഭൂമിയിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ദാലിക്കും ഖൈറുലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. ഇത് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞതിൽ ചെറിയൊരു മാറ്റമുള്ളൊരു ആയത്ത്. വലാ തുഫ്സിദു ഫിൽ അർളി എന്നുള്ള ബഅദ ഇസ്ലാഹിഹ എന്നുണ്ട് ഈ ആയത്തിൽ. മറ്റടുത്ത് ഹൂദ് സൂറത്തായിരുന്നത് സൂറത്തുൽ അറാഫിലാണ് കേട്ടോ. അപ്പോൾ വലാ തുഫ്സിദു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ബഅദ ഇസ്ലാഹിഹ, ഭൂമി നന്നാക്കിയ ശേഷം. ദാലിക്കും, അതാണ്, ഖൈറുലക്കും, നിങ്ങൾക്ക് നല്ലത്. ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. എന്നിട്ട് അതിനോട് കൂടെ പറയുകയാണ്, വലാ തഖഉദു, വലാ തഖഉദു, നിങ്ങൾ ഇരിക്കരുത്, നിങ്ങൾ ഇരിക്കരുത്. ബികുല്ലി സിറാത്തിൻ, ബികുല്ലി സിറാത്തിൻ, ഓരോ വയ്യിലും. ബികുല്ലി സിറാത്ത് എന്ന് പറഞ്ഞാൽ ഓരോ വയ്യിലും ഇരിക്കരുത്, അങ്ങനെ ഒരു വയ്യിലും നിങ്ങൾ ഇരിക്കരുത്. തുഇദൂൻ, തുഇദൂന വതസുദ്ദൂന അൻ സബീലില്ലാഹ്. മൻ ആമന ബിഹി, തുഇദൂന, നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു. മൻ ആമന ബിഹി, അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളെ. വലാ തുഇദൂന, നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു. വതസുദ്ദൂന, നിങ്ങൾ തടയുന്നു. അൻ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും നിങ്ങൾ അവരെ തടയുന്നു. മൻ ആമന ബിഹി, അവരെ കൊണ്ട് വിശ്വസിച്ച. ഓക്കെ, സബീലില്ലാഹി എന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്. മൻ ആമന ബിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മൻ ആമന ബി, അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളെ നിങ്ങൾ തടയുന്നു. വതബഗൂനഹ, നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ തടയലിനെയും ഈ ഭീഷണിപ്പെടുത്തലിനെയും നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവജൻ, ഒരു വക്രമായ വയ്യായിട്ട്, ഒരു പിയച്ച വയ്യ. ഈ വജൻ വക്രമാക്കാൻ എന്നർത്ഥം. നല്ല വയ്യെ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി. തബഗൂനഹ, നിങ്ങൾ ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ വജൻ, വക്രമാക്കാൻ എന്ന് പറഞ്ഞാൽ തെറ്റിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഫദ്കുറു, നിങ്ങൾ ഓർത്തുകൊള്ളുക. ഇത് കുന്തും ഖലീല, ഇത് കുന്തും ഖലീല, നിങ്ങൾ വളരെ കുറച്ച് പേർ മാത്രമായിരുന്നു. എന്നിട്ടോ അത് നിങ്ങൾ ഓർക്കണം. വദ്കുറു, നിങ്ങൾ ഓർക്കുക. എന്നിട്ടോ ഇത് കുന്തും ഖലീല, നിങ്ങൾ വളരെ കുറച്ചായിരുന്നു. എന്നിട്ട് ഫകസറക്കും, അള്ളാഹുവാണ് നിങ്ങളെ വർദ്ധിപ്പിച്ചത്. ഫകസറക്കും, അള്ളാഹു, എന്നിട്ട് നിങ്ങളെ അള്ളാഹു വർദ്ധിപ്പിച്ചു. ഫൻദുറു, നിങ്ങൾ നല്ല നോക്കിക്കൊള്ളുക, നിങ്ങൾ നല്ല നിരീക്ഷിക്കുക. കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ, നാശകാരികളുടെ അന്ത്യം, അവസാനം എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക എന്ന്
ഷുഐബ് നബി അലൈഹിസ്സലാം ഇവരോട് പറഞ്ഞു, തൻ്റെ സമുദായത്തോട് പറഞ്ഞു, തൻ്റെ സമുദായം അങ്ങനെയായിരുന്നു, ആരെങ്കിലും വിശ്വസിച്ചാൽ ആ വിശ്വസിച്ച ആളെ വഴിതെറ്റിക്കുക, അദ്ദേഹത്തെ ആക്രമിക്കുക, ആ വിശ്വസിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തുക എന്നൊക്കെയായിരുന്നു ഷുഐബ് നബിയുടെ ജനത ചെയ്ത ഒരു വലിയ തെമ്മാടിത്തത്തിൽപ്പെട്ട ഒരു തെമ്മാടിത്തരം. ഓക്കെ, അപ്പോൾ ഈ ആയത്തും കൂടി ഈ പാടത്ത് കൂടി വായിക്കട്ടോ. ഓക്കെ, വലത്തെ കൊഴുതോബിക്കുള്ള സുറാത്ത്, നിങ്ങൾ ഓരോ വയ്യിലും ഇരിക്കരുത്, ഒരു വയ്യിലും ഇരിക്കരുത്. തുഇദൂന, നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു, തുസുദ്ദൂന, നിങ്ങൾ തടയുന്ന സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നിന്ന്, മൻ ആമന ബിഹി, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ നിങ്ങൾ തടയുന്നു. എന്നിട്ട് വതബൂനഹ, നിങ്ങൾ ആ തടയലിനെയും ഭീഷണിപ്പെടുത്തലിനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇവജൻ, ഈ സത്യപാതയിൽ നിന്നും അവരെ തെറ്റിക്കാൻ. ഇവജൻ എന്ന് പറഞ്ഞാൽ വളവ്, തിരിവ് എന്നർത്ഥം, അല്ലെങ്കിൽ വക്രത എന്നൊക്കെ പറയും. വദ്കുറു, നിങ്ങൾ ഓർത്തുകൊള്ളുക, ഇത് കുന്തും ഖലീലൻ, നിങ്ങൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, വകസറക്കും, നിങ്ങൾ അള്ളാഹുവാണ് അധികരിപ്പിച്ചത്. വൻദുറു, നിങ്ങൾ നോക്കിക്കൊള്ളുക, കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്നവരുടെ, കുഴപ്പമുണ്ടാക്കുന്നവരുടെ പരിണതി എന്തായിരിക്കും എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക. അവസാനം, ആഖിബത്ത് അവസാനം എന്തായിരിക്കുമെന്ന് നിങ്ങൾ നിരീക്ഷിച്ചു കൊള്ളുക എന്ന് ഷുഐബ് നബി അവരോട് നിർദ്ദേശം കൊടുത്തു. ഈ പാഠത്തിലെ പദങ്ങളൊന്ന് നോക്കുക. ബാസത്ത ഫിൽ കലാം എന്ന് പറഞ്ഞാൽ തുറന്ന് സംസാരിക്കുക എന്നർത്ഥം. ബാസിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാസിത്ത് എന്ന് പറഞ്ഞാൽ നന്നായി ദാനം കൊടുക്കുന്ന ആളെന്നൊക്കെ അർത്ഥം. അപ്പോൾ ബാസത്ത ഫിൽ കലാം എന്ന് പറഞ്ഞാൽ, ബാസിത്തും ഫിൽ കലാം എന്ന് പറഞ്ഞാൽ നന്നായി സംസാരിക്കുന്ന ആളെന്നർത്ഥം. യഹുല്ലു എന്ന് പറഞ്ഞാൽ അയക്കുക, ഹല്ല യഹുല്ലു അയക്കുക, ഹല്ല യഹില്ലു ഇറങ്ങുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്കദത്തൻ എന്ന് പറഞ്ഞാൽ കെട്ട്, ഊരാ കൊടുക്കുക എന്നൊക്കെ അർത്ഥം പറയുക, അതാണ്. പിന്നെ മായ ഫുലുലു, അവിടെ നോക്കണം, നമ്മൾ ഫതില് ശ്രേഷ്ഠത എന്ന് പറയാറുണ്ടല്ലോ, അപ്പോൾ അതിന് നല്ല ശ്രദ്ധിക്കേണ്ടത് ഫലല യഫ് ലുലു ഉണ്ട്, ഫലിലയും ഉണ്ട്. അപ്പോൾ ഫലില എന്ന് വരുമ്പോഴാണ് ഈ ശ്രേഷ്ഠതയുടെ അസിലായിട്ട് വരിക കേട്ടോ. ഫലല യഫ് ലുലു ആണ് എന്ത് ബാക്കിയാവുക. ഓക്കെ, ഫലില ആവുമ്പോഴാണ് ശ്രേഷ്ഠതയായി മാറുക. ഓക്കെ, അപ്പോൾ ഫലുല എന്ന് പറഞ്ഞാൽ മായ ഫുലുലു എന്ന് പറഞ്ഞാൽ ബാക്കിയാകുന്നത് എന്നർത്ഥം. മറ്റേത് ഫലില യഫ് ലുലു കേട്ടോ. പിന്നെ റിബ് പറഞ്ഞാൽ ലാഭം, അഹ്ദ് പറഞ്ഞാൽ പിടിക്കുക, ദുൽമ പറഞ്ഞാൽ അക്രമം, ഖിയാനത്ത് വഞ്ചന. പിന്നെ അസ്റൗ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് ധനാഢ്യരായ, ധനികരായ എന്നർത്ഥം. അവർ ധനികരായിരിക്കുന്നു. അസ്റൗ. ഓക്കെ, വജമഉൽ അംവാൽ, വജത്തും, നിങ്ങൾ എത്തിച്ചിരിക്കുന്നു. മക്തസബു, ഒരു കാര്യം, ഇക്തസബു, അവർ നേടിയത് എന്നർത്ഥം. ഇക്തസബ നേടുക. ത്വരീഖ് പറഞ്ഞാൽ വൈ തത്ഫീഫ് പറഞ്ഞാൽ അളവ് കുറക്കുക, ബഹ്സ് പറഞ്ഞാലും അളവ് കുറക്കുക, അളവ് കുറക്കുക. ഖിയാനത്ത് വഞ്ചന. മസീറുഹു എന്നാൽ അതിൻ്റെ ചെന്ന് ചേരുന്നത് എന്നർത്ഥം. സോറ മസീർ, ചെന്ന് ചേരുന്നത്, അതിൻ്റെ അവസാനം, അതിൻ്റെ പരിണതി അല്ലെങ്കിൽ പരിണിത ഫലം. തലഫ് എന്ന് പറഞ്ഞാൽ നാശം, ലിയാ പറഞ്ഞാൽ നഷ്ടപ്പെടൽ, ഫസാദ് പറഞ്ഞാൽ കുഴപ്പം, പ്രശ്നം, ബലാ പറഞ്ഞാൽ പരീക്ഷണം, സുരിക്ക എന്ന് പറഞ്ഞാൽ മോഷണം ചെയ്യപ്പെടും, ഔ നുഹിബ അല്ലെങ്കിൽ കവർച്ച ചെയ്യപ്പെടും. ഉംഫിക്ക ചിലവഴിക്കപ്പെടുക. മായുറുന്നില്ല അള്ളാഹു ഇഷ്ടം, മായുറുന്നില്ല അള്ളാഹു ഇഷ്ടപ്പെടാത്തതിൽ. സുല്ലി താലൈ, അതിൻ്റെ മേൽ ആധിപത്യം നേടും. അത്തുലഫു, അതിനെ നശിപ്പിക്കുന്ന. ആബത്തബിഹി, എന്നിട്ട് പരിഹസിക്കും, പുച്ഛിക്കും. ഖലീൽ കുറച്ച്. ലായസ്തവി സമമാവുകയില്ല. അൽ ഖബീസു ചീത്തയും, വത്തൊയ്യിബ് നല്ലതും. അഅജബക നിന്നെ അത്ഭുതപ്പെടുത്തിയാലും. കസ്റത്തുൽ ഖബീസ് ചീത്തയുടെ ആധിക്യം. പിന്നെ നസിയത്ത്, എൻ്റെ ഉപദേശം. ഖാലിസത്ത് എന്നല്ല നിഷ്കളങ്കമായത്. മുഖ്ലസ എന്നല്ല ആത്മാർത്ഥതയുള്ളത്. റക്കീബ് എന്ന നിരീക്ഷകൻ. റിഫ്ഖ് എന്ന മൃദുലത. ഹിക്മത്ത് എന്ന തന്ത്രം. ഇൽമ എന്ന ജ്ഞാനം. ബസീറത്ത് എന്ന് പറഞ്ഞാൽ അകക്കാഴ്ച, സൂക്ഷ്മജ്ഞാനം, തെളിവ് എന്നൊക്കെ പറയാം. പിന്നെ അതുപോലെ തന്നെ ബഖിയത്ത് എന്നാൽ അവശേഷിക്കുന്നത്. മായഫുലുലു എന്നുണ്ട്, അതാണ് ബഖിയത്തുല്ലാഹി എന്നർത്ഥം. വമാന അലൈക്കും ബി ഹഫീൽ, ഹഫീൽ എന്ന മേൽനോട്ടക്കാരൻ. അബ് എന്ന് പറഞ്ഞാൽ ഉപ്പ. റഹീം, മുഅല്ലിം, ഹക്കീം. തനവ്വ എന്ന് പറഞ്ഞാൽ തനവ്വ വിവിധ തരത്തിലാക്കി മാറ്റി. ഫിൽ ഖിതാബി, സംസാരത്തിൽ വ്യത്യസ്ത ശൈലികൾ ഉപയോഗിച്ചു. അതുപോലെ തന്നെ തഫന്നനു, പിന്നെ ഉപദേശത്തിൽ വ്യത്യസ്ത ശൈലികൾ സ്വീകരിച്ചു. തഫന്നനു എന്നർത്ഥം, രണ്ടൊരർത്ഥം. നവ്വഇൻ തഫന്നനു ഒരർത്ഥം കേട്ടോ. പിന്നെ യാ ഖൗമി മിൻ ഗൈരി ഖദ് ജാഅതുകും ബയ്യിനത്തുൻ, ബയ്യിന തെളിവ്. ഔഫു, നിങ്ങൾ പൂർത്തിയാക്കുക. കൈല് അളവ്, മീസാൻ തൂക്കം. ബഖസ ചുരുക്കുക. വലാ തബ്ഖസു, നിങ്ങൾ ചുരുക്കരുത് എന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ സിറാത്തന, വൈകൾ എന്നർത്ഥം. തുഇദുന, നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു. തസുദ്ദുന, നിങ്ങൾ തടയുന്നു. തബഗുനഹ, നിങ്ങൾ അതിനെ ആഗ്രഹിക്കുന്നു. യുവജൻ തെറ്റാൻ ആഗ്രഹിക്കുന്നു.
ഫകസ്സറക്കും നിങ്ങളെ അധികരിപ്പിച്ചു. ആഖിബത്ത് പറഞ്ഞാൽ അവസാനം, പരിണിതഫലം പരിണതി എന്തായിരിക്കും. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് മദിയന് എന്ന് പേര് വരാൻ കാരണം അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഒരു മകനായിട്ട് വരുന്ന മദിയാൻ അങ്ങനത്തെ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പരമ്പരയിലാണ് വന്ന ആളുകൾക്കാണ് മദിയനിൽ താമസിച്ച ആളുകളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഉൽദു മദിയാൻ. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.